കാര്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് അവരോട് ചോദിച്ച് അതിന് ഇന്ററാക്ഷൻ എന്നാ പറയുന്നത്. ടൂൾസ് ഇന്ററാക്ഷൻ ആണ് നമ്മൾ EQ-ൽ നമ്മൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. +1 +2 കെമിസ്ട്രിയുടെ മെയിൻ ഒരു ഇഷ്യൂ ഉണ്ട്. കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ഇതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഈ കട്ട തിയറിയാണെന്ന് പറയും. അപ്പൊ അത് യഥാർത്ഥത്തില് അതുകൊണ്ട് കെമിസ്ട്രി പലപ്പോഴും കൂടുതൽ ബോയ്സ് ആണെന്ന് എനിക്ക് ഞാൻ തോന്നുന്നു ഇഷ്ടപ്പെടാത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ തിയറി ക്വസ്റ്റ്യൻ ആൻസർ തിയറി പോലെയാണ്. അതൊരു എഞ്ചിനീയറിംഗ് സ്റ്റൈൽ അല്ല യഥാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് കുട്ടികളെ ഈ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായി കണ്ടിന്യൂസ് ഇന്ററാക്ട് ചെയ്യാം. അവർ പഠിപ്പിച്ച അവർ മനസ്സിലാക്കിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ കൊടുത്തിട്ട് ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് അവരോട് ചോദിച്ച് അതിന് ഇന്ററാക്ഷൻ എന്നാ പറയുന്നത്. ടൂൾസ് ഇന്ററാക്ഷൻ ആണ് നമ്മൾ EQ-ൽ നമ്മൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഇക്കണോമിക്സിന്റെ ഒരു ക്ലാസ് സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് അതിൽ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ബിരിയാണിയോ അല്ലെങ്കിൽ നല്ല ചിക്കന്റെ ഒക്കെ കറി വെച്ച് കഴിഞ്ഞാൽ വീട്ടില് അടുക്കളയില് നിങ്ങളുടെ അമ്മമാര് കറി വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് നമ്മുടെ അടുത്തോട്ട് വരാനായിട്ട് നമ്മൾ നേരത്തെ ഈ ഓക്സിജനെയും നമ്മുടെ ഹൈഡ്രജനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ഈ സ്മെല്ല് ഒന്ന് അവരുടെ മൂക്കിലോട്ട് പോയേന്ന് പറഞ്ഞു വിട്ടിട്ടാണോ നമുക്ക് കിട്ടാറത്? അപ്പൊ ഇതിന് ഫസ്റ്റ് വേണ്ടത് ടീച്ചർ വെൽ പ്ലാൻഡ് ആയിരിക്കണം. രണ്ട് കുട്ടികളെ കൊണ്ട് ഇന്ററാക്ട് ചെയ്യിക്കണം. ഓൺലൈനിൽ അത് ഇന്ററാക്ട് ചെയ്യാൻ വളരെ രസമാണ്. കുട്ടികളുടെ ഓരോരുത്തരും മാറി മാറി ചോദിക്കുക. അങ്ങനെ ചോദിച്ച് ചിലവർ തെറ്റ് പറയും, എന്നാലും അവരെ പ്രൊമോട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഒന്ന് ഗസ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്ത് കറക്റ്റ് ആ വാക്കിലേക്ക് എത്തും. എന്ത് പേരാ വിളിക്കുന്നേ? എന്ത് പേരാ വിളിക്കുക? ഹലീമ ഓർക്കണ്ടോ? ഡിഫ്യൂഷൻ. യെസ്, വെരി ഗുഡ്. എന്തായിരിക്കും അപ്പൊ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാ? ഈ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടെ എന്തെങ്കിലും നടക്കുന്നു. അത് തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കുട്ടികൾ തന്നെ ഫുൾ പോയിന്റിലേക്ക് എത്തിക്കോളും. അതിനെ നമ്മളൊന്ന് ടീച്ചർ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അതിനൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾ ആ ടോപ്പിക്കിലേക്ക് എത്തിക്കോളും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കെമിസ്ട്രിയുടെ തിയറി പോർഷൻ നമ്മൾ ഈസി ആക്കി മാറ്റുന്നത്.